പൗരത്വ വിഷയം വന്നു. പൗരത്വ വിഷയം വന്നപ്പം ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരനെ ഇവിടെ നിന്ന് പുറത്താക്കില്ല. ഇത് ഞാൻ പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ ഞാൻ എന്തിനാണ് BJP എതിർക്കുന്നത്? അൾട്ടിമേറ്റ്ലി വേടൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് രോഹിത്തിന് മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടൻ്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമോ? തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഇതിന് ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ദയനീയത വിറ്റ് കാശാക്കുക, ദളിതൻ്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിൽ, ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത്? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഒരിക്കലെങ്കിലും കേരളം പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു സ്ഥലത്ത് അവന് ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. വേടനങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? നിനക്ക് പിന്നെ അസുഖമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ ഇരിക്കുന്നു? മുമ്പായി കുച്ചാണ്ട് പാണം കത്തണില്ലമ്മ എന്ന് കലാപം മണിച്ചേട്ടൻ എഴുതി വെച്ചത് അയാളെ സ്വന്തം അവസ്ഥയാണ്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ എഴുതി. നീ എന്താ ഇങ്ങനെ ആയി പോയാ? നിനക്കൊരു കാര്യം പറഞ്ഞ മനസ്സിലായി, ഒരു വിവരം വേണ്ടേടാ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ കലാഭവൻ മണിക്ക് വേണ്ടി 200-ലധികം നാടൻ പാട്ട് എഴുതിയ ശ്രീ അറുമുഖൻ വെങ്കിടങ്ങാണ് ഇന്ന് നമ്മുടെ അതിഥി. സത്യം പറഞ്ഞാൽ നാടൻ പാട്ടല്ലായിരുന്നു അതിൻ്റെ വിഷയം. ഞാനൊരു ദളിത് വീക്ഷണമുള്ള ഒരാളാണ്. നിനക്കെന്താ ഈ ചോറല്ലേ കഴിക്കുന്ന? വിവരം ഇല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.